വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആട്ടോ പഠിക്കാൻ പോണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടവിട്ട ദിവസങ്ങളിൽ ഒരു ദിവസം ടോപ്പിക് വൈസ് ആയിട്ടുള്ളതും ഒരു ദിവസം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടമാവുക വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കും കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ. എവിടെയാണ്? കൊല്ലത്ത്. എന്താ ഇതിന്റെ പ്രത്യേകത? എവിടെയിരുന്നും ഏത് സമയത്തും കോടതി സംവിധാനത്തിൽ ഓൺലൈനായിട്ട് പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കക്ഷികളോ അഭിഭാഷകരോ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട യാതൊരുവിധ ആവശ്യകതയും ഇല്ല. അതുപോലെ തന്നെ വാദവും വിചാരണയും എല്ലാ കാര്യങ്ങളും കേസിന്റെ എല്ലാ നടപടികളും എങ്ങനെ നടക്കും ചെയ്യും? ഓൺലൈനായിട്ട് നടക്കും ചെയ്യും. ക്ലിയർ ആയല്ലോ? അടുത്തത്, ഏത് ഗോത്ര വർഗ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 150-ാം ജന്മവാർഷികത്തിന്റെ ജന്മവാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്കാണ് 2024 നവംബർ 15 തുടക്കം കുറിച്ചത്. ആരുടെയാണ്? ബിർസ മുണ്ട. ആരാണ്? ബിർസ മുണ്ട. അപ്പോ 1875 നവംബർ 15 ഇന്നത്തെ ജാർഖണ്ഡിലാണ് ബിർസ മുണ്ട ജനിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ ഉൽ ഖുലാൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മുണ്ട കലാപം എന്നറിയപ്പെടുന്ന കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ബിർസ മുണ്ട. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പോരാളികളുടെ ഓർമ്മയ്ക്കായി ബിർസ മുണ്ടയുടെ ജന്മദിനം എന്നാണ്? ബിർസ മുണ്ടയുടെ ജന്മദിനം നവംബർ 15 ജൻ ജാതീയ ഗൗരവ് അഥവാ ഗോത്ര സ്വാഭിമാന ദിനമായിട്ട് ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ് കേട്ടോ. 2021 തൊട്ട് നമ്മളത് ആഘോഷിക്കുന്നുണ്ട്. ഇനി അടുത്തത്, പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടി. എങ്ങനെ വാർത്താ പ്രാധാന്യം നേടി എന്നാ ചോദിക്കണേ. അതായത് ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? വെറും രണ്ട് തൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ വിചിത്ര രാജ്യമാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്നറിയപ്പെടുന്നത്. കടലിൽ ഉയർന്നു നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ വലുപ്പം 0.004 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. മനസ്സിലായോ? ഇംഗ്ലണ്ടിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം രാജ്യമെന്ന് ഇതിനെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇതിന് സ്വന്തമായി, അതായത് ഏതിന്? പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന് സ്വന്തമായി സർക്കാരുണ്ട്, പതാകയുണ്ട്, നാണയുണ്ട്, ദേശീയ ഗാനമുണ്ട്. 2008 ഗിന്നസ് ലോക റെക്കോർഡ് സീലാൻഡിന് രാജ്യ പദവി അവകാശപ്പെടുന്ന ഏറ്റവും ചെറിയ പ്രദേശമെന്ന അംഗീകാരവും നൽകേണ്ടായിട്ടോ. അടുത്തത് നോക്കൂ, 2024 നവംബർ 18 കൊൽക്കത്തയിൽ അന്തരിച്ച ഉമാദാസ് ഗുപ്ത. കൊൽക്കത്തയിൽ ഒരു ലേഡി അന്തരിക്കുകയാണ്. അവരുടെ പേര് ഉമാദാസ് ഗുപ്ത എന്നാണ്. അവർ ഏത് നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്കറിയാം, സത്യജിത് റേയുടെ ക്ലാസിക് ചലച്ചിത്രമാണ് പാത്തേർ പാഞ്ചാലി അല്ലെ. അതിൽ ദുർഗ എന്ന കഥാപാത്രത്തെ അനശ്വരയാക്കിയ ബാലനടിയാണ് ഏത്? ഉമാദാസ് ഗുപ്ത. ക്ലിയർ ആയല്ലോ? ഇനി ഒരു സ്കൂൾ കലാപരിപാടിയിൽ നിന്നാണ് 14 വയസ്സുള്ള ഉമയെ നമ്മുടെ സത്യജിത് റായ് കണ്ടെത്തിയത്. സിനിമയിൽ അപ്പുവിനേക്കാൾ, അതായത് അവിടുത്തെ മെയിൻ റോൾ കൈകാര്യം ചെയ്ത അപ്പുവിനേക്കാൾ തിളങ്ങിയത് സഹോദരിയായ ദുർഗ മഴ നനഞ്ഞ് കടുത്ത പനി ബാധിച്ച് മരിക്കുന്നതാണ് ആ സിനിമയിലെ സീൻ. പിന്നീട് അഭിനയ വഴിയിൽ നിന്ന് ഇവർ പിൻവാങ്ങി ഒരു സ്കൂൾ അധ്യാപികയായിട്ട് അവരുടെ ജീവിതം നയിക്കുകയായിരുന്നു. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ മുൻനിരയിൽ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? അതായത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വരും? നമുക്ക് പട്ടികകൾ വരും അല്ലെ. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ മുൻനിരയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. അതായത് 63 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്നതാണ് പട്ടിക
കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് 8ാം സ്ഥാനം ഉണ്ടായിരുന്നു. ഇനി അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിൽ കാലാവസ്ഥാ വ്യതിയാന സൂചിക പുറത്തിറക്കി. ആദ്യ 3 സ്ഥാനങ്ങളില് എന്താണ്, ഒറ്റ രാജ്യവും ഇല്ല. അപ്പൊ ഫസ്റ്റും സെക്കൻഡും തേർഡും പൊസിഷൻ ആർക്കും ഇല്ല. 4ാം സ്ഥാനത്ത് ഡെൻമാർക്കും ഉണ്ട്, അതുപോലെ തന്നെ നെതർലാൻഡ്സും ഉണ്ട്. അപ്പൊ ഏറ്റവും കുറവ് കാർബൺ പുറന്തള്ളുന്ന രാജ്യങ്ങള് ഡെൻമാർക്കും നെതർലാൻഡ്സും ആണ്. എന്നാലും അവർക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും പൊസിഷനും ഇല്ല, 4th പൊസിഷനേ ഉള്ളൂ. ഇന്ത്യക്ക് എത്രയാന്നാ പറഞ്ഞ 10. കഴിഞ്ഞ വർഷം ഇന്ത്യ എത്രയായിരുന്നു? 8ആയിരുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളിൽ മുന്നിൽ നിൽക്കുന്ന ചൈന 15ാമതും US 57ാമത്തെ പൊസിഷനിലുമാണ്. ക്ലിയർ ആയില്ലോ? അടുത്തത്, ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതായത് CAG ആയി ആരെയാണ് നിയമിച്ചത്? ആരെയാണ്? K. സഞ്ജയ് മൂർത്തി. ആരാണ്? K. സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ശബ്ദാതിവേഗ മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി നടത്തിയത് എവിടെയാണെന്നാ ചോദിച്ചത്. ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് നടത്തിയത് കേട്ടോ. അവിടെയാണ് അത് നടത്തിയത്. അത് അത്ര പഠിച്ചാൽ മതി. അടുത്തത്, നെക്സ്റ്റ് വൺ, G20 രാജ്യങ്ങളുടെ 19ാമത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണ്? അതും ഓർക്കണം. അതായത് നവംബർ 18, 19, 20 തീയതികൾ 2024 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. ഒരെണ്ണം കൂടി നോക്കി വെക്കണം. വേൾഡ് ഡയബറ്റീസ് ഡേ എന്നാണ്, നവംബർ 14. എന്താണ് വേൾഡ് ഡയബറ്റീസ് ഡേയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രമേയം അല്ലെങ്കിൽ വിഷയം എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നതാണ് 2024 പ്രമേഹ ദിനത്തിന്റെ വിഷയമായിട്ട് പറയുന്നത്. കാരണം സംസ്ഥാനത്ത് 20 വയസ്സിൽ താഴെയുള്ള 3000-ഓളം ടൈപ്പ് 1 പ്രമേഹ രോഗികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം പറയാൻ കാരണം. അപ്പൊ ആ പദ്ധതിയുടെ പേര് പറഞ്ഞേ, മിഠായി. ഇങ്ങനെ പദ്ധതികൾ മാത്രമുള്ള ഒരു ക്ലാസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, 2 ദിവസം മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഇത്രയും കുറച്ചേ പറയുന്നുള്ളൂ, കാരണം നമ്മുടെ മുന്നിൽ സമയമുണ്ട്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് പഠിച്ചു പോവാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ രീതിയിൽ ട്രെയിനിങ് നടത്തി നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കാണട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.